ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ ടൈം 5 മണിയായി. ഞങ്ങൾ ട്രിവാൻഡ്രം വരെ ഒന്ന് ജസ്റ്റ് കറങ്ങാൻ വേണ്ടി പോവാ. അപ്പൊ അവിടുന്ന് അമ്മയും മാളും സന്ദീപ് ഒക്കെ ഉണ്ട്. ട്രെയിനാണ് പോണത്. വണ്ടിയൊന്നും അല്ല ഗൈസ്, ട്രെയിനിലാണ് നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ ഗായ്സ് നമ്മളിതേ വെളുപ്പിനെ 5 മണിയായപ്പോൾ തുറവൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ 5:30 ഇൻ്റർസിറ്റിക്കാട്ടോ പോകുന്നത്. അമ്മയും ആളും ഒക്കെ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് അരൂരിൽ നിന്ന് വരണമെന്നുള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ അവർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ വണ്ടി വരാൻ വേണ്ടി ഞങ്ങളിതേ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ ദേ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിലേ പോയതാണ് ട്രിവാൻഡ്രം വരെ. അത് കഴിഞ്ഞിതേ ഇപ്പോഴാണ് എല്ലാവരും കൂടെ ട്രിവാൻഡ്രം വരെ ഒന്ന് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പം അവിടെ പോയി ഒന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒന്ന് റിലാക്സൊക്കെ ചെയ്ത് തിരിച്ചു വരാമെന്ന് ഓർത്തു. വെറുതെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പ്ലാൻ ചെയ്തതാണ് നമുക്ക് അവിടെ വരെ ഒന്ന് പോകാമെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ദേ ട്രെയിനിൽ പോകാമെന്ന് വെച്ചത്. ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തത് ഫസ്റ്റ് വണ്ടിയിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വണ്ടിക്ക് പോവാം, അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ ഓർത്തു ട്രെയിനിലാവുമ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. ട്രെയിനിൽ പോകാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടം ട്രെയിനിൽ യാത്ര ചെയ്യാനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല രസമാണ്. വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക രസമാണ്. പിന്നെ എനിക്ക് കാറിലൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് ചെറുതായിട്ട് എന്താ പറയുക, വോമിറ്റിംഗ് ഒക്കെ വരുന്ന ഒരു ടെൻഡൻസിൻ്റെ. അപ്പോൾ ഇത്രയും ദൂരം ഇവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് നമ്മൾ അവിടെ വരെ പോകുന്ന ട്രിവാൻഡ്രം വരെ പോകാനായിട്ട് കാറിൽ പോയാൽ ഞാൻ വോമിറ്റ് ചെയ്ത് ഒരു പരു പോകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ എൻ്റെ അമ്മയ്ക്കും ഒക്കെ കുറച്ച് പ്രശ്നമുണ്ട്, അതിൻ്റെ വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ള ഒരാളാണ്. അപ്പോൾ ഓർത്തു നമുക്ക് ട്രെയിൻ പിടിക്കാം, ട്രെയിനിൽ പോവാം എന്നോർത്തു എല്ലാവരും കൂടെ. അതൊക്കെ ഒരു നല്ല രസമല്ലേ എല്ലാവരും കൂടെ ട്രെയിനിലൊക്കെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ പോകാമെന്ന് ഓർത്തതാണ്. പിന്നെ പോകുമ്പോൾ അവിടെ ചെന്നിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ കയറണമെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. നടക്കുമോ ഇല്ലയെന്ന് അറിയില്ല, കാരണം അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉള്ള ഒരു അമ്പലമല്ലേ. അപ്പോൾ എങ്ങനെയാണ് കയറാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ അവസരം കിട്ടുവാണെങ്കിൽ കയറണം എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഗായ്സ് നമ്മളിതേ ട്രിവാൻഡ്രത്ത് എത്താൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തും. പിന്നെ എല്ലാവരും കൂടി സംസാരിച്ചൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ടൈം പോകുന്നത് അറിയുന്നില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല രസമുണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെ ദേ ട്രിവാൻഡ്രത്ത് എത്തി. അപ്പോൾ നമ്മളിതേ ഇറങ്ങാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ എടുക്കുവാണ് കേട്ടോ. നമ്മളിതേ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ, നല്ല വിശപ്പുണ്ട്. വെളുപ്പിനെ പോകുന്നതായതുകൊണ്ട് ഒന്നും കഴിക്കാതെ പോകുന്നത്, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കണം, അതാണ് നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാമേ. ഞങ്ങളത് ആ ഓട്ടോക്കാരൻ ചേട്ടൻ കൊണ്ട് ഇറക്കിയത് ഇവിടെ ആട്ടോ, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെയായിട്ടാണ്. അവിടെ ഇറക്കാനാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് നടക്കുവാണ് ഫുഡ് തപ്പി, രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്.
ഞങ്ങളിത് റെസ്റ്റോറൻറ്റൊക്കെ നോക്കി നടക്കുവാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ നല്ല റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്, ഇവിടെ രാവിലത്തെ ഫുഡൊക്കെ കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളിതേ പാഞ്ചാലി റെസ്റ്റോറൻറ്റിൽ നോക്കി. പക്ഷെ ഞങ്ങൾ അവിടെ വരെ കയറി, പക്ഷെ അവിടെ നല്ല ഫുഡ് കഴിച്ചത്. ഞങ്ങളിവിടെ അവിടെ തന്നെ ആ ഹോട്ടലിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെ വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ കഴിക്കുന്നത്. കുഴപ്പമില്ലായിരുന്നു, ഫുഡ് അത്യാവശ്യം നല്ലതായിരുന്നു, നമുക്ക് കഴിക്കാൻ പറ്റിയ ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവരും നന്നായി ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ പോകാൻ പോകുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടോ. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന്. പിന്നെ ഇതിൻ്റെ മേളിൽ കൂടെ പാൻസ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കയറ്റത്തില്ല. കാരണം ഇതിൻ്റെ മേളിൽ കൂടെ നമ്മൾ എന്തെങ്കിലും മുണ്ടോ എന്തെങ്കിലും ഉടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ ഫലാസി ഇട്ടിരുന്നത് വെച്ചാൽ മാളു ലെഗിൻസ് ഉണ്ടായിരുന്നു, ലെഗിൻസും ടോപ്പും ആയതുകൊണ്ട് അവൾക്കും മുണ്ടുടുക്കേണ്ടതായിട്ട് വന്നു. അമ്മയ്ക്ക് ചുരിദാർ ഇട്ടുകൊണ്ട് മുണ്ടുടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ എല്ലാവർക്കും മുണ്ടുടുക്കേണ്ടതായിട്ട് വരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ സന്ദീപിന് മാത്രമാണ് ഒന്നും ചെയ്യേണ്ടി വരില്ല. കാരണം സന്ദീപ് മുണ്ടും ഷർട്ടൊക്കെ ഇട്ടാണ് വന്നത്. പിന്നെ ഷർട്ട് ഊരണം, അത് പിന്നെ എല്ലാ അമ്പലത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ അതിൻ്റെ പുറമേ നമ്മൾ ഷോളൊക്കെ ഇടണം. ബോയ്സ് ആണെങ്കിൽ ഷോളിട്ട് മുണ്ടുടുത്ത് വേണം കയറാനായിട്ട്. ഗേൾസ് ആണെങ്കിൽ പാൻ്റ് ആണെങ്കിൽ അതിന് പുറമേ നമ്മൾ മുണ്ടുടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഞങ്ങളെല്ലാവരും മുണ്ടൊക്കെ എടുക്കുവാണ്. സിജു മുണ്ടെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കാരണം സിജു പാൻസ് ജീൻസ് ഇട്ടാണ് അവൻ വന്നത്. അപ്പോൾ അത് കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുണ്ടെടുക്കുകയാണ്. പിന്നെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ കയറാൻ പറ്റിയാൽ നമുക്ക് പത്മനാഭനെ കാണാം എന്നൊക്കെ പറഞ്ഞാൽ വന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങളിതേ തൊഴുതിറങ്ങിയിട്ടുണ്ട്. കാരണം എനിക്ക് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഫോൺ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഈ കടയിൽ കൊടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ കയറിയത്. അപ്പോൾ അതേ ഞങ്ങൾ വന്നിട്ട് മുണ്ടൊക്കെ മടക്കി വെക്കുവാണ്. ഈ കടയിൽ ചേച്ചി കൊള്ളായിരുന്നു കേട്ടോ. കാരണം നല്ല സഹകരണമായിരുന്നു നമ്മളോടൊക്കെ. അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു കേട്ടോ ബിഹേവ് ചെയ്തതൊക്കെ. പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് നമുക്ക് പത്മനാഭനെ കാണാനൊക്കെ സാധിച്ചു, നല്ല രീതിക്ക് തൊഴാനൊക്കെ പറ്റി. അതൊക്കെ കഴിഞ്ഞ് ഗൈസ് ഞങ്ങളിതേ ഐസ്ക്രീമൊക്കെ ഒരെണ്ണം മേടിച്ചു. നല്ല ചൂടാണ്, വെള്ളം നന്നായി ദാഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറി. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ആ ചേട്ടനോട് സർവത്ത് ഉണ്ടോയെന്നാണ് ചോദിച്ചത്, സോഡ സർവത്ത്. പക്ഷേ ഇവിടെ സർവത്ത് എന്നല്ല പറയണേ, സോഡ ലൈം എന്നാണ് പറയണേ. നമ്മുടെ അവിടെ സർവത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ അവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് സർവത്ത് തന്നെ കിട്ടി കേട്ടോ. അവരുടെ സോഡ ലൈം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങളത് അതൊക്കെ കുടിച്ച് പതിയെ റിലാക്സ് ചെയ്യുവാണ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകാൻ പോകുന്നത് സൂയിലോട്ടാട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് പതിയെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മ അതിൻ്റെ ഇത് പറയും, ഇവിടെ സർവത്ത് എന്നല്ല പറയണേ, സോഡ ലൈം എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. പിന്നെ നമ്മൾ ഓർത്തു പോകുന്ന വഴിക്ക് പത്മനാഭസ്വാമിയുടെ അവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുത്തില്ലല്ലോ. അപ്പോൾ നമ്മളൊരു ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും കൂടെ ഉള്ളൊരു ഫോട്ടോസൊക്കെ എടുത്ത് പതിയെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗൈസ് നമ്മൾ നേരെ സൂയിലോട്ട് വന്നേക്കുവാണേ. എന്താണെന്നറിയില്ല, ഇവിടെ നല്ല വെയിലാണ്, ഒപ്പം ചൂടുമുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കാനുള്ളൊരു ടെൻഡൻസി വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അത്രയ്ക്ക് നല്ല ചൂടാട്ടോ ഇവിടെ. നമ്മുടെയൊന്നും സ്ഥലത്ത് ഇത്രയും ചൂടില്ല, ഇവിടെ നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട്. പിന്നെ നമുക്കിനി സൂവിൽ പോകണമല്ലോ, സൂ കാണണമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഇവിടെ കുറേ മൃഗങ്ങളും പക്ഷികളും ഒക്കെ നമുക്ക് കാണാനുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ഓർത്തു. അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഞങ്ങളത് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ സൂവിലോട്ട് കയറുവാണ്. ഇനി ബാക്കിയൊക്കെ സൂവിലെ കാഴ്ചകളാണ് കേട്ടോ, നമുക്കതൊക്കെ കാണാവേ. പിന്നെ ഗൈസ് ഇവരെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കൂടെ അത്യാവശ്യം കുറച്ച് കൂടുതൽ നേരം നടക്കാനുണ്ട് ഗൈസ്.
നമ്മൾ ഓൾറെഡി ഭയങ്കര ക്ഷീണമുണ്ട് ശരീരത്തിനൊക്കെ. കാരണം ഒത്തിരി പിന്നെയും അങ്ങോട്ട് നടക്കണം. എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കാണാൻ, നമ്മൾ പാമ്പുകളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. എല്ലാവരെയും കാണുകയും കുറച്ച് ഇതിൻ്റെ അകത്തൂടെ കൂടുതൽ നേരം നടക്കേണ്ടതായിട്ടുണ്ട്. വേറെ ഒന്നുമില്ല ഗൈസ്, നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നടക്കുമ്പോൾ ഭയങ്കര ക്ഷീണം തോന്നുന്നു, ടയേർഡാവുന്നു. അതുകൊണ്ട് തന്നെ നല്ല നടത്തമുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്. പക്ഷേ നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് വൈകിട്ട് 5:30-ക്കാണ് നമ്മുടെ അങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു ടൈം ആകും. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടി കിട്ടാതെ ആകും. പിന്നെ വളരെ കുറച്ച് മൃഗങ്ങൾ മാത്രമേ ആക്റ്റീവായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉച്ച ടൈമല്ലേ, അപ്പോൾ എല്ലാം ഉറങ്ങുമായിരുന്നു. അപ്പോൾ കുറച്ച് മൃഗങ്ങൾ മാത്രമേ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ കിടന്നുറങ്ങുമായിരുന്നു. ഇതേ ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം കണ്ടു കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കണ കാഴ്ചയാണ് കണ്ടത്. ഞങ്ങളെല്ലാവരും ഊണാണ് കേട്ടോ മേടിച്ചത്, ഊണാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോന്നു, ഇറങ്ങി. അപ്പം നമ്മുടെ ട്രെയിൻ 5:30-ക്കാണുള്ളത്. അപ്പം നമ്മളിവിടെ 4:30-ഒക്കെ ആയപ്പോൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കി സ്ഥലങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ, ടൈമില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വണ്ടി വന്നു, ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.